ഹലോ, അപ്പോൾ നാട്ടിലെത്തിയതിനു ശേഷമുള്ള ഫസ്റ്റ് വീഡിയോ ആണിത്. ആദ്യം തന്നെ ഞങ്ങളിപ്പോൾ പോകുന്നത് മാമന്റെ വീട്ടിലേക്കാണ്. ഒരു മാമന്റെ അല്ല, എല്ലാ മാമന്റെയും പിന്നെ അമ്മേന്റെ അച്ഛന്റെ വീടുണ്ട്, അതായത് അമ്മേന്റെ നാട്ടിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കല്ലാച്ചി പായന്തോങ്ങാണ്. ഞാൻ ഓൾറെഡി മുന്നേ ഇഷ്ടംപോലെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. മാമന്റെ മകന്റെ നിശ്ചയത്തിന്റെ ടൈമും അങ്ങനെ എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടതാണ്. കണ്ടവർക്കറിയായിരിക്കും, കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ മുന്നേ ഞാൻ ഇട്ട ആ വീട് തന്നെയാണ് മാമന്റെ ആ ഒരു വീട്ടിലേക്ക് ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഏട്ടന്റെ വൈഫിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർക്ക് വരുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഞങ്ങളെ കൂടി ക്ഷണിച്ചു. ഞങ്ങൾ കുറച്ച് ലേറ്റായി എത്താൻ, ഏതായാലും അവര് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വെയിറ്റ് ചെയ്യാത്തത് എന്തായാലും നന്നായി. ഞങ്ങൾ നാട്ടിലെത്തിയ അന്ന് തന്നെ മാമനും അവരൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അച്ഛന്റെ കാല് സുഖമില്ലായിരുന്നു, അപ്പൊ അത് ജസ്റ്റ് വന്നു നോക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ടാണല്ലോ ഇവരൊക്കെ നാട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് 4 ആൾ നേരെ ഇറങ്ങിയിട്ടുണ്ട്. തൊട്ടടുത്തേക്ക് തന്നെയാണ് അമ്മേന്റെ ഒരേച്ചീന്റെ വീടുണ്ട്, അതുപോലെ തന്നെ വേറൊരു മാമന്റെ വീടും ഇവിടെ തന്നെയാണ്. അതാണ് മാമന്റെ വീട്. അപ്പൊ ഞങ്ങളിത് മാമനൊക്കെ കണ്ട് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ വേറൊരു മാമന്റെ വീട്ടിലേക്ക് വന്നു. സംഭവം അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടെന്നേ ഉള്ളൂ, എന്നാലും ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ. പിന്നെ ഏതായാലും ഞാൻ ഈ ഒരു ഡേ ഫുഡ് കഴിക്കൽ ഡേ ആയിട്ട് പ്രഖ്യാപിച്ചു. വേറൊന്നും കൊണ്ടല്ല, ഒരുവിധം എല്ലായിടത്തും പോയപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മെയിനായിട്ട് അച്ഛനും അമ്മയും കുറച്ച് കാലത്തിന് ശേഷമാണല്ലോ എല്ലാവരും പോകുന്നത്. അപ്പൊ എല്ലാവരും ഫുഡൊക്കെ റെഡിയാക്കി വെച്ച് നിർബന്ധിച്ച് കഴിപ്പിച്ചിട്ടാണ് വിട്ടത്. അവസാനമായിട്ട് നാദാപുരത്തൊരു മാമനുണ്ട്, അപ്പൊ അവിടെയും കൂടി കയറിയിട്ടാണ് പോയത്. അവിടുന്ന് ഇതേ കേക്കും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ എല്ലായിടത്തും കയറി ഇറങ്ങി ലാസ്റ്റ് വീട്ടിലെത്തി. കുറച്ച് കാലത്തിന് ശേഷം എല്ലാവരും കാണാൻ പറ്റുന്നതിൽ സന്തോഷം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണാം. ചാച്ചാ.